ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ശരീരത്തിൽ നിങ്ങൾക്ക് ഫംഗസ് ബാധയുണ്ട് അല്ലെങ്കിൽ പൂപ്പൽ ബാധയുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചൊറിച്ചിൽ, ചെറിയ പുഴുക്കടി പോലുള്ള പാടുകൾ, തുടയിടുക്കിലും അല്ലെങ്കിൽ കഷത്തിൻ്റെ ഭാഗത്തും അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലും നീറ്റലും പോലുള്ള ബുദ്ധിമുട്ടുകൾ. ഇതാണ് നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത്. എന്നാൽ ഇത് മാത്രമല്ല ഫംഗസിൻ്റെ ലക്ഷണം. ശരീരത്തിൽ ചൊറിച്ചിലില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഫംഗസ് ബാധ ഇല്ല എന്നല്ല അർത്ഥം. നമ്മുടെ തല മുതൽ കാലിൽ നഖം വരെ ഫംഗസ് ബാധ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് ഈ ഫംഗസ് ബാധ ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാം. നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ പൂപ്പലുകൾ അഥവാ ഫംഗസുകൾ ലക്ഷോപലക്ഷം ജീവിക്കുന്നുണ്ട്. ഏകദേശം 100-നടുത്ത് വെറൈറ്റി ഫംഗസുകൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ അകത്തും നമ്മുടെ കുടലിൻ്റെ ഭാഗത്തും ആന്തരിക അവയവങ്ങളിലും നമ്മുടെ ശരീരത്തിന് പുറത്തും ജീവിക്കുന്നുണ്ട്. ഈ ഫംഗസുകൾ നമ്മുടെ ശരീരത്തിന് പല ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴാണോ ഈ ഫംഗസുകൾ അനിയന്ത്രിതമായി പെരുകുന്നത്, അപ്പോഴാണ് നമുക്ക് ഈ ഫംഗസിൻ്റെ ആയിട്ടുള്ള പല ലക്ഷണങ്ങളും കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് പെരുകുന്നതെന്ന് വിശദീകരിക്കാം. ഒന്ന്, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ഒരു സാഹചര്യം. രണ്ട്, നമ്മളെടുക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുമ്പോൾ. മൂന്നാമത്തത്, നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ടുള്ള ഒരു ആസിഡ് ഫ്ലോറ, അതായത് നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്കറിയാം വയറിൻ്റെയൊക്കെ pH എപ്പോഴും ഹൈ ആസിഡിക്കാണ്. ഈ ആസിഡ് pHന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമ്പോൾ ഈ ഫംഗസുകൾ വല്ലാണ്ട്, കാരണം ഈ ഫംഗസുകൾക്ക് ഈ ഒരു ആസിഡിന് പകരം ആൽക്കലി pH ആണ് കൂടുതൽ ഇഷ്ടം. ആ സമയത്തും ഈ ഫംഗസുകൾ വല്ലാണ്ട് കൂടും. നാലാമത്തെ കാരണം, നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഗുണകരമായിട്ട് വളരുന്ന ബാക്ടീരിയകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ കുറഞ്ഞു പോയാൽ നമുക്ക് ഈ അസുഖം വന്നു എന്ന് വരാം. ഒന്നുകിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരത്തിന് പുറത്തും കുടലിലുമെല്ലാം തന്നെ കോടിക്കണക്കിന് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട്. ഇവ നശിപ്പിക്കുന്ന ഘടകങ്ങൾ. ഒന്ന്, നമ്മൾ അമിതമായിട്ട് ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്ന സ്വഭാവം. ഇപ്പോൾ പലപ്പോഴും ചെറിയൊരു അസുഖം വന്നാൽ ഡോക്ടറെ കാണാതെ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് വാങ്ങിച്ച് കഴിക്കുന്ന സ്വഭാവമുള്ള ഒരുപാട് മലയാളികളുണ്ട്. അവരുടെ ശരീരത്തിൽ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ നശിച്ചു പോകും. ആ സമയത്ത് ഫംഗസ് വല്ലാണ്ട് കൂടിയെന്ന് വരാം. രണ്ടാമത്തത്, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ പതിവായിട്ട് എടുത്താലും ഈ പ്രശ്നം വരാം. ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റിറോയിഡ് കണ്ടന്റുള്ള മരുന്നുകൾ പതിവായിട്ട് എടുക്കുന്ന ആൾക്കാരിൽ ഫംഗസ് വളരാനുള്ള സാധ്യതയുണ്ട്. ഫംഗസ് വരുമ്പോൾ ഇത് കാണിക്കുന്ന ലക്ഷണങ്ങൾ പല തരത്തിലാണ് വരുന്നത്. പലരും വിചാരിക്കുന്നത് ശരീരത്തിൽ വരുന്ന ചൊറിച്ചിൽ അല്ലെങ്കിൽ പുകച്ചിലാണ് വരുന്നത്. അല്ല, അത് മാത്രമല്ല ലക്ഷണം. പുഴുക്കടിയുടെ ലക്ഷണം മാത്രമല്ല. നിങ്ങൾക്ക് തലയിൽ വരുന്ന താരനില്ലേ, പലരും തലയിൽ താരെന്ന് വിചാരിക്കുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ്, ഇപ്പം നമ്മുടെ തലയിൽ വരുന്ന എണ്ണമയം, അതേപോലെ തലയിൽ വരുന്ന വിയർപ്പ്, ഇവയെല്ലാം അടിഞ്ഞുകൂടിയിട്ട് വരുന്ന കാൻഡിഡ ഇൻഫെക്ഷൻ, തലയോട്ടിയിൽ ഇത് വന്നു എന്ന് വരാം. ഇത് പൂപ്പൽ ബാധ പോലെ, ഈ താരൻ പോലെ സെബോറിക് ഡെർമറ്റൈറ്റിസ് വല്ലാണ്ട് വർദ്ധിപ്പിച്ചു എന്ന് വരാം. നമ്മുടെ മൂക്കിനകത്തും സൈനസിനകത്തും വരുന്ന ഇൻഫെക്ഷൻ, വിട്ടുമാറാതെ മൂക്കടപ്പ്, തലവേദന, സൈനസിനകത്ത് ബ്ലോക്ക് വരിക, നമ്മൾ മൂക്ക് ചീറ്റുന്ന സമയത്ത് കഫത്തോടൊപ്പം ചെറിയ ഈ വെള്ളക്കട്ടകൾ പോലെ തെറിച്ചു വരിക, മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്ന സാഹചര്യം, ഇത് സൈനസിനകത്ത് വരുന്ന ഫംഗൽ ബാധയാണ്. നമ്മുടെ വായ്ക്കകത്ത് വരാം, നമ്മുടെ തൊണ്ടയിൽ വരാം. പലപ്പോഴും നമുക്ക് രുചി വ്യത്യാസം അനുഭവപ്പെടുക, ഫുഡ് കഴിക്കുമ്പോൾ വായ്ക്കകത്ത് പുകച്ചിൽ അനുഭവപ്പെടുക, ഭക്ഷണം ഇറക്കുമ്പോൾ തൊണ്ടയിലിടയ്ക്ക് വേദന വരുന്ന സാഹചര്യം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം ഇറക്കുമ്പോൾ നെഞ്ച് എരിച്ചിൽ പോലെ ഒരു ഭക്ഷണം ഇറങ്ങിപ്പോകുന്നത് നമുക്കറിയാൻ പറ്റുന്ന സാഹചര്യം. ഇതും നമുക്ക് അന്നനാളത്തിലോ ഇല്ലെങ്കിൽ തൊണ്ടയിലോ വരുന്ന ഫംഗസ് ബാധ കൊണ്ട് സംഭവിക്കാം. വായ്ക്കകത്ത് കൊച്ചുകുട്ടികളിലെല്ലാം തന്നെ കണ്ടിട്ടില്ലേ, വായ്ക്കകത്ത് ഈ നമ്മുടെ തൈര് പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇൻഫെക്ഷൻ, പലരും ഓറൽ ത്രഷ് എന്ന് വിളിക്കുന്ന കാൻഡിഡിയാസിസ് ഇൻഫെക്ഷൻ വരുന്ന കണ്ടിട്ടില്ലേ. ചിലർ സ്ഥിരമായിട്ട് ഈ സ്റ്റിറോയിഡ് സ്പ്രേ, ശ്വാസമുട്ടലിനോ അല്ലെങ്കിൽ അലർജിക്കോ ഉപയോഗിക്കുന്ന, മൂക്കിനകത്തോ വായിലോ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് സ്പ്രേകൾ ഉപയോഗിക്കുന്നവർക്ക് തൊണ്ടയിലും വായിലും ചെറിയ ഈ പൂപ്പലിൻ്റെ ഈ ചേഞ്ചസ് കണ്ടുവന്ന് വരാം. ഇതല്ലാതെ വയറിനകത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കമ്പനം, വയറ് ഉരുണ്ട് മറിയുന്ന ഒരു തോന്നൽ, ഇതെല്ലാം തന്നെ വയറിനകത്ത് ഫംഗസ് വല്ലാണ്ട് കൂടിയാൽ അനുഭവപ്പെടാറുണ്ട്. ശരീരത്തിൽ വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ, കക്ഷത്തിലും തുടയിടുക്കിലും വരുന്ന ചൊറിച്ചിൽ, പുകച്ചിൽ, ഇടയ്ക്ക് ചെറിയ വിട്ടുമാറാത്ത പാടുകൾ കാണുന്ന, കാൻഡിഡിയാസിസ് വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ, പാടുകൾ കാണുക, അസഹ്യമായ ചൊറിച്ചിൽ, രക്തം വരുന്നത് പോലെ ചൊറിയുന്ന ഒരു ലക്ഷണം, അതേപോലെ നഖത്തിൽ വരുന്ന ചേഞ്ചസ്, പലപ്പോഴും നഖത്തിന് ഒരു യെല്ലോയിഷ് ചേഞ്ചസ് വരിക, സൂചികുത്തു പോലെ കാണുക, നമ്മുടെ നെയിൽ ബഡിന്, അതായത് നഖത്തിൻ്റെ റൂട്ടിൽ വരുന്ന ഇൻഫെക്ഷൻ, നിങ്ങൾക്ക് നഖത്തിൻ്റെ ഇടയ്ക്ക് വേദന വരിക, നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നഖത്തിൻ്റെ സൈഡിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് രക്തം വരിക, പഴുപ്പ് വരിക, ഇതെല്ലാം തന്നെ ഫംഗസിൻ്റെ ലക്ഷണങ്ങളാണ്. സ്ത്രീകളിൽ പലപ്പോഴും ഈ മലാശയത്തിൻ്റെ ഭാഗത്ത് വരുന്ന ചൊറിച്ചിൽ, ഇല്ലെങ്കിൽ വജൈന, യോനിയുടെ ഭാഗത്ത് വരുന്ന ചൊറിച്ചിൽ, യോനിക്കകത്ത് നിന്ന് സ്ഥിരമായിട്ട് ഡിസ്ചാർജ്, വിട്ടുമാറാതെ വരുന്ന വെള്ളപോക്ക് രോഗങ്ങൾ, പലപ്പോഴും ഈ വജൈനൽ ഡ്രൈനസ്, ഈ ലൈംഗിക ബന്ധം വല്ലാത്ത വേദന, ആവശ്യത്തിന് ഒരു ലൂബ്രിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ, ഇതെല്ലാം തന്നെ
ഫംഗസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫംഗസ് ബാധയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ എന്തെല്ലാം വ്യത്യാസം വരുത്തണമെന്ന് പറഞ്ഞുതരാം. കാരണം ഈ ഫംഗസുകൾക്ക് ജീവിക്കാൻ അനുകൂലമായിട്ടൊരു സാഹചര്യം നമ്മുടെ ശരീരത്തിൽ വന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ഫംഗസ് വിട്ടുപോകത്തില്ല. കാരണം ഇപ്പോൾ സ്കിന്നിൽ തന്നെ ഒരു ഫംഗസ് വന്നെന്നിരിക്കട്ടെ, നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറെ പോയി കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, ഓയിൻമെൻറ്റ് ഇടുന്നു. ഓയിൻമെൻറ്റ് ഇടുമ്പോൾ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് മാറുന്നത് കാണാം. പക്ഷേ വീണ്ടും രണ്ടാമത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതേ ഭാഗത്ത് തന്നെ വരികയോ കൂടുതൽ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ സെയിം ഓയിൻമെൻറ്റ് ഇട്ടാൽ കുറയത്തില്ല. കാരണം ഈ ഓയിൻമെൻറ്റിനോടും നമ്മുടെ സ്കിന്നിനോടും ഇവ കൂടുതൽ റെസിസ്റ്റൻ്റ് ആയിട്ട് മാറിക്കഴിയും. ഈ ഫംഗസുകൾ കൂടുതൽ റെസിസ്റ്റൻ്റ് ആകുമ്പോൾ ഇത് ആദ്യം എവിടെയാണോ ഇത് വരുന്നത് ആ ഭാഗത്തുള്ള രോഗപ്രതിരോധ കോശങ്ങളെ ഇവ അടിച്ചമർത്തുന്നു. അപ്പോൾ നമ്മുടെ സ്കിന്നിന് തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ക്രമേണ കുറഞ്ഞു വരുന്നു. ഇങ്ങനെയാണ് ഫംഗസുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പലരിലും ഇത് വിട്ടുമാറാതെ ഗ്രാജ്വലി കൂടിക്കൂടി വരുന്നത്. പലപ്പോഴും പ്രമേഹ രോഗികളിൽ, ഉയർന്ന തൈറോയ്ഡ് രോഗമുള്ളവരിലോ അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവരിലോ എല്ലാം തന്നെ സ്കിന്നിൽ വിട്ടുമാറാതെ ഈ ഫംഗസ് രോഗം വരുന്നതിനും അല്ലെങ്കിൽ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലോ ഇതിന് കാരണം അവരുടെ രോഗപ്രതിരോധ ശേഷിയിൽ വ്യത്യാസം വരുത്തി ഫംഗസുകൾ അവരുടെ ശരീരത്തിൽ പിടിമുറുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരക്കാർ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഒന്നാമത്തത് മധുരം ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ. അതായത് നിങ്ങൾക്ക് നേരിട്ട് പഞ്ചസാര, ശർക്കര, കരിപ്പട്ടി പോലുള്ളവ, തേൻ പോലുള്ളവ ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാത്തരം ഭക്ഷണങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നതിനേക്കാൾ പ്രധാനം ഈ ഫംഗസുകൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഫംഗസ് വളരാനുള്ള സാധ്യത വല്ലാണ്ട് കൂടും. ഇത് നേരിട്ട് മധുരം കഴിക്കുന്നത് മാത്രമല്ല, ഫ്രൂട്ട് ജ്യൂസസിൻ്റെ പ്രത്യേകത അറിയാം. അതിനകത്തുള്ള ഫൈബറൊക്കെ അരഞ്ഞു പോയിട്ട് അതിനകത്തുള്ള ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗർ വല്ലാണ്ട് കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അമിതമായിട്ട് മധുരമുള്ള പഴങ്ങളും, അതായത് ഉദാഹരണത്തിന് ചക്കപ്പഴം, മാമ്പഴം പോലുള്ളവ കഴിയുന്നത്ര ഫംഗസ് രോഗമുള്ളവർ കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും പരമാവധി നല്ലത്. മധുരം എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന മധുരം മാത്രമല്ല, ബേക്കറിയിൽ ഭക്ഷണങ്ങൾക്ക് ചേർക്കുന്ന മധുരങ്ങളോ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ചേർത്തിട്ടുള്ള, ഇന്ന് നിങ്ങൾക്കറിയാം പഞ്ചസാരയ്ക്ക് പകരം നമ്മുടെ ബേക്കറികളിലെല്ലാം തന്നെ മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. കാരണം ഇവ ഉപയോഗിക്കുന്നത് ചിലവ് താരതമ്യേന കുറവാണ്. ഐസ്ക്രീമുകൾക്കകത്ത് ഉപയോഗിക്കുന്ന കൃത്രിമ മധുര പലഹാരങ്ങളോ ഇല്ലെങ്കിൽ നമ്മുടെ മിഠായികൾക്കകത്ത് ഉപയോഗിക്കുന്ന കൃത്രിമ മധുരത്തിന് വേണ്ടിയിട്ടുള്ള സൈലിറ്റോൾ, മാനിറ്റോൾ, ഡെക്സ്ട്രിൻ, അതേപോലെ സാക്കറിൻ, ഇത്തരം മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കൃത്രിമ മധുര പലഹാരങ്ങളോ എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ ഇത്തരം ഫംഗസുകളുടെ ടെൻഡൻസി ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിലെ കൂടുതലായിട്ടും മണ്ണിനടിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള സ്റ്റാർച്ചുകൾ, കാർബോഹൈഡ്രേറ്റുകളുടെ ഉപയോഗം പരമാവധി ഈ ഒരു സമയത്ത് കുറയ്ക്കുക. അതായത് ചേമ്പ്, ചേന, കാച്ചിൽ, മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, കൂർക്കക്കിഴങ്ങ്, മരിച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവയെല്ലാം നമ്മൾ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. മാത്രമല്ല ഫംഗസുകൾക്കും പ്രിയപ്പെട്ടതാണ്. കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ കൂടുതലും പ്രോസസ്സ് ചെയ്തിട്ടുള്ളത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം നമ്മൾ ഇന്ന് കൂടുതലും മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന, ബേക്കറിയിലുള്ള ഭക്ഷണങ്ങളെല്ലാം മൈദയാണ്. കൂടാതെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള അരി ആഹാരം നിങ്ങൾക്കറിയാം, ഇഡ്ഡലിയും ദോശയും പുട്ടും ഇടിയപ്പവും അപ്പവും എല്ലാം തന്നെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള അരി ആഹാരമാണ്. ഇവയെല്ലാം മാറ്റിയിട്ട് തവിടുള്ള ധാന്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല നിങ്ങൾ കൂടുതലും ഈ പച്ചക്കറികൾ ബേസ്ഡ് ഡയറ്റിലേക്ക് മാറുന്നതായിരിക്കും നല്ലത്. റെഡ് മീറ്റ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഒരു അലർജിക് റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഡ്രൈനെസ്സും അതോടൊപ്പം ചൊറിച്ചിലും ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് റെഡ് മീറ്റ്. അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ, ബീഫ്, മട്ടൺ പോലുള്ളവ ഈ ഫംഗസ് ടെൻഡൻസിയുള്ള ഒരു അല്പം കുറച്ച് ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. മാത്രമല്ല ഗ്ലൂട്ടൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ, ഓട്സ്, ഗോതമ്പ് പോലുള്ളവ, ഗ്ലൂട്ടൻ നേരിട്ട് ഫംഗസിനെ സഹായിക്കുകയല്ല ചെയ്യുന്നത്, ഫംഗസിന് വളരാനുള്ള അനുകൂല സാഹചര്യം നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ അമിതമായിട്ട് സ്കിന്നിന് ചൊറിച്ചിലും ഡ്രൈനെസ്സും വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചൊറിയുമ്പോൾ ആ ഭാഗത്തുള്ള സ്കിന്നിൻ്റെ കലകൾ ചെറുതായിട്ട് പൊട്ടുകയും കൂടുതൽ ഫംഗസ് ഉള്ളിലേക്ക് കയറി അവിടെ ഒരു വേരുറപ്പിക്കുന്ന സാധ്യതയും ഉണ്ടാകും. അതുകൊണ്ടാണ് ഗ്ലൂട്ടൻ ഒഴിവാക്കി പോകാനായിട്ട് പറയുന്നത്. മാത്രമല്ല ഈ ഫംഗസിൻ്റെ അമിത ടെൻഡൻസി ഉള്ളവർ പാലിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം കുറയ്ക്കണം. ചെറിയ അളവിൽ പാൽ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് കൂടുതലായി കഴിഞ്ഞാൽ ഈ പാലിൻ്റെ ഷുഗർ, ഗാലക്ടോസ് ഷുഗർ എന്ന് പറയുന്നത് ഈ ഫംഗസുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണമാകും. എന്നാൽ പാല് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങളിലെ തൈര്, മോര്, വെണ്ണ, നെയ്യ് പോലുള്ളവ നിങ്ങൾക്ക് കഴിക്കാം. ഇവ നമ്മുടെ വയറിനകത്ത്, പ്രത്യേകിച്ച് യോഗേട്ട്, തൈരിനും യോഗേട്ടിനും മോരിനും എല്ലാം തന്നെ നമ്മുടെ വയറിനകത്തും ശരീരത്തിലെ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ കൂടുതൽ വളരാൻ സഹായിക്കുകയും ഇവയെ പുറന്തള്ളുകയും ചെയ്യും. ഞാൻ പണ്ടും ഫംഗസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിട്ടുമാറാത്ത യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർക്കോ തുടയ്ക്ക് ചൊറിച്ചിലുള്ളവർക്കോ എല്ലാം തന്നെ
നിങ്ങൾ തൈര് പുരട്ടുക അല്ലെങ്കിൽ മോര് ഉപയോഗിച്ച് ഒരു നേരം വാഷ് ചെയ്യുക എന്ന് പറയുന്നതിന് കാരണം ആ ഭാഗത്ത് ഈ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ വളരാനാണ്. എന്നാൽ ഈ പാല് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ ചീസ് ഒഴിവാക്കുക. കാരണം ചീസ് കൂടുതലും ഫംഗസ് വളരാനുള്ള ഒരു സാധ്യത ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈസ്റ്റ് കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഈസ്റ്റ് ഇന്ന് നമ്മുടെ നിത്യോപയോഗ ഫുഡുകളിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ബേക്കറികൾ കിട്ടുന്ന, ഇപ്പോൾ നിങ്ങൾ ബ്രെഡ് വാങ്ങുമ്പോഴോ ബന്ന് വാങ്ങുമ്പോഴോ, ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെ അപ്പം ഉണ്ടാക്കുന്ന സമയത്തോ, ഇല്ലെങ്കിൽ നിങ്ങൾ കുബൂസ് പ്രിപ്പയർ ചെയ്യുമ്പോഴോ എല്ലാം തന്നെ ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈസ്റ്റ് കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ ഫംഗസുകൾ വല്ലാണ്ട് പെറ്റുപെരുകാനും വളരാനും കാരണമാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്. കോഫിയുടെ ഉപയോഗം, അതായത് കഫീൻ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കരുത്. അതും നമ്മുടെ ശരീരത്തിൽ ഈസ്റ്റ് വല്ലാണ്ട് വർദ്ധിക്കുന്നതിന് അല്ലെങ്കിൽ ഫംഗസ് കൂടുതൽ വർദ്ധിക്കുന്നതിന് കാരണമാകും. കഫീൻ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് കോളകൾ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ കോളകളിലും ഉയർന്ന അളവിലാണ് കഫീൻ അടങ്ങിയിട്ടുള്ളത്. രണ്ടാമത്തത് ഈ കഫീൻ കണ്ടൻറ്റുള്ള ചില മരുന്നുകളുണ്ട്. നമുക്ക് വരുന്ന തലവേദന, നമുക്ക് വരുന്ന പെട്ടെന്ന് മൂക്കൊലിപ്പം, ഫ്ലൂ ഒക്കെ തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില മരുന്നുകൾക്കകത്ത് ഉയർന്ന അളവിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട്. കടുത്ത രീതിക്കുള്ള കാപ്പിക്കുടി ശീലക്കാർ ശ്രദ്ധിക്കണം, ഫംഗസുകൾ വളരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഫീൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കി പോകുന്നത് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു വലിയ മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഫംഗസുകൾ തുടർച്ചയായിട്ട് വരുന്നതിനെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. മഴക്കാലമായി കഴിഞ്ഞു. മഴക്കാലത്ത് നമ്മളുടെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ ഈ ഫംഗസുകളുടെ സാന്നിധ്യം ഗണ്യമായിട്ടുണ്ടാവും. ശരിയായിട്ട് ഉണങ്ങാത്ത വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പൂപ്പൽ ബാധ റിക്കറൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ നമ്മൾ കിട്ടുന്ന വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിക്കാൻ, ഡ്രൈ ആക്കി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നനഞ്ഞ വസ്ത്രങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശീലം നിങ്ങൾ ഒഴിവാക്കുക. അതും ഇത്തരം ഫംഗസുകൾ വളരാനുള്ള കാരണമാകാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ന് പൂപ്പൽ ബാധ ഏതെങ്കിലും ഒരു തരത്തിൽ അലോസരപ്പെടുത്തുന്നവരും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.